ഒരു തീരുമാനമെടുക്കാൻ വളരെയധികം കൺഫ്യൂഷൻ ആവുന്ന ആൾക്കാരാണോ നിങ്ങൾ? അല്ലെങ്കിൽ പലപ്പോഴും 2 മനസ്സാവുക, അല്ലെങ്കിൽ 2 വഴിയിലൂടെ അതിലൂടെ പോകണോ, ഇതിലൂടെ പോകണോ എന്നൊക്കെ ആകെക്കൂടി കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സമ്പ്രദായം ഉണ്ടോ? അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ക്ഷാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഓടക്കുഴലൂതി നിൽക്കുന്ന പൊന്നുണ്ണി കൃഷ്ണനായിട്ടായിരുന്നു, അതായത് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ തലേ ദിവസം കേട്ടോ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. അപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരി കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്നത്തെ വിശേഷങ്ങൾ എന്താ നോക്കാം. എല്ലാവരും 18 ദിവസത്തിൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. 18 ദിവസത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 18 നാമങ്ങൾ, 1000 നാമങ്ങൾ, പിന്നെ അച്യുതായ നമൻ തുടങ്ങിയ നാമത്രയങ്ങൾ, ഇതൊക്കെ പറ്റാവുന്ന പോലെയൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു 18 പ്രദക്ഷിണം വയ്ക്കാൻ സാധിച്ചു ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നിട്ടെന്ന്. അപ്പോൾ 18ൻ്റെ പ്രാധാന്യം പറഞ്ഞ സ്ഥിതിക്ക് നമുക്കെല്ലാം 18ൽ പിടിക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. വിശേഷങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ പറയുന്നതിന് മുൻപ് എനിക്ക് ഇന്നത്തെ ഒരു കൃഷ്ണാനുഭവമാണ് ആദ്യം തന്നെ വായിക്കാനുള്ളത് കേട്ടോ. ഞാൻ ചേച്ചിയുടെ വീഡിയോസിലൂടെയാണ് നാമജപത്തിനെക്കുറിച്ചും 12 നമസ്കാരത്തിനെക്കുറിച്ചും എല്ലാം അറിഞ്ഞത്. ഭഗവാനോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയതും ചേച്ചി പറഞ്ഞു കേട്ടിട്ടാണ്. അന്നു മുതൽ ഞാൻ നാരായണനാമം എഴുതുന്നുണ്ട്, 12 നമസ്കാരം ചെയ്യുന്നുണ്ട്, നാമം ജപിക്കാറുമുണ്ട്. ഭഗവാനോട് എൻ്റെ സങ്കടങ്ങൾ എല്ലാം ഞാൻ പറയുന്നുണ്ട്. എനിക്കൊരു ജോലി കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. ഇവിടെ വീടിൻ്റെ അടുത്ത് ഒരു ഓഫീസിൽ ഇൻ്റർവ്യൂ ഉണ്ട് എന്നൊരു പോസ്റ്റ് കാണുകയും CV അയക്കുകയും ചെയ്തു. ഞാൻ ആദ്യമായാണ് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത്. ഫുൾ ഇംഗ്ലീഷിലാണ് ഇൻ്റർവ്യൂ എന്നറിഞ്ഞതും എബ്രോഡിലുള്ള ആളുകൾ ഓൺലൈൻ വഴിയാണ് ഇൻ്റർവ്യൂ ചെയ്യുക എന്നും പറഞ്ഞപ്പോൾ 2 മനസ്സായി. പോണോ വേണ്ടയോ എന്നായി മനസ്സ്. അപ്പോൾ ചേച്ചി പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു. ഭഗവാന്റെ മുന്നിൽ 2 പേപ്പറിൽ എഴുതി ഞാൻ കണ്ണടച്ച് എടുത്തു നോക്കി. ഞാൻ പോകണം എന്നായിരുന്നു ഭഗവാൻ എന്നോട് പറഞ്ഞത്. അതിൽ വേണ്ട എന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്ക് അന്ന് തന്നെ ഓഫർ ലെറ്റർ വന്നു. എനിക്ക് വന്നതുമില്ല. എനിക്ക് സങ്കടം വന്നു. വീടിനടുത്തുള്ള ഓഫീസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയുമായിരുന്നു. സത്യമായി ഞാൻ ഭഗവാനോട് പരിഭവം പറഞ്ഞു. എന്നോട് പോവാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നും. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുകയും ഓഫർ ലെറ്റർ വിടും എന്ന് പറയുകയും ചെയ്തു. ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. ഭഗവാൻ എന്നോട് പറഞ്ഞതുപോലെ തന്നെ നടന്നിരിക്കുന്നു. നാളെ ഞാൻ ജോയിൻ ചെയ്യുകയാണ്. ചേച്ചിയിലൂടെയാണ് ഞാൻ ഗുരുവായൂരപ്പനെ ഇത്രയും അറിഞ്ഞത്. ഭഗവാനാണ് ചേച്ചി എനിക്ക് കാണിച്ചു തന്നത്. നന്ദി കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം എന്നാണ് സൗമ്യ എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത്. എനിക്കത് വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. കാരണം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതാണ്. 2 മനസ്സ് വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നറുക്കിട്ട് തീരുമാനത്തിലെത്തുക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്. അങ്ങനെ നറുക്കെടുക്കുമ്പോഴത്തെ നിബന്ധനകളും ഞാൻ പറയാറുണ്ട്. ഒറ്റത്തവണ മാത്രമേ എടുക്കാവൂ. ആദ്യം കിട്ടുന്നത് എന്താണോ അത് സ്വീകരിക്കാൻ തയ്യാറാവണം. ആ വഴിയെ മാത്രമേ സഞ്ചരിക്കുള്ളൂ എന്ന് നിർബന്ധമായിട്ടും ചിന്തിക്കണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് അത് സക്സസ്ഫുള്ളായി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇതിനു മുൻപും ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് മകന് ബാംഗ്ലൂർ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുപോലെ നാട്ടിൽ പഠിക്കാൻ വിടണം എന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. ഇതിലെന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് എന്ന് പറഞ്ഞപ്പോൾ നറുക്കിട്ട് ഗുരുവായൂരപ്പൻ്റെ തീരുമാനം എന്താണോ അത് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അത് സ്വീകരിച്ചതിൽ ഉണ്ടായ നല്ല വശങ്ങൾ ഒരുപാടാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ചേച്ചി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഒരാൾക്കൊരു കാര്യം ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭഗവാൻ അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. നീ അങ്ങനെ പറഞ്ഞില്ലേ സവിത, ഞാനത് ശരിയാക്കി കൊടുക്കാം എന്ന് എന്നോട് പറയുന്നതായിട്ടുള്ള എൻ്റെ കൃഷ്ണാനുഭവമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഇനിയും നമ്മൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങൾ അനവധി വരും അല്ലേ. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഇതാണോ ശരി അതാണോ ശരി എന്ന കൺഫ്യൂഷനും വരും അല്ലേ. നമുക്ക് പാരൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് പാരൻസിൻ്റെ അടുത്ത് ചോദിക്കാം, ഞാൻ എന്ത് ചെയ്യണം അച്ഛാ, ഞാൻ എന്ത് ചെയ്യണം അമ്മ എന്നൊക്കെ ചോദിക്കാം. അതൊക്കെ ഒരു പ്രായം, ഒരു പരിധി വരെ ഉണ്ടാവുള്ളൂ അല്ലേ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കൊക്കെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ച് നിർണായകമായ തീരുമാനങ്ങളിലെത്താം. എന്നാൽ ഹസ്ബൻഡും വൈഫും കൂടി എടുക്കേണ്ട തീരുമാനത്തിൽ 2 പേരും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന സന്ദർഭങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ 2 പേർക്കും കൺഫ്യൂഷൻസ് വരുന്ന സന്ദർഭങ്ങളുണ്ടാവാം. ഇത്തരം സന്ദർഭങ്ങളെ നമ്മൾ ഓവർകം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ളതിന് ഒരു തവണ കൂടി തെളിയിക്കപ്പെട്ട ഉദാഹരണമായി മാറിയിരിക്കുന്നു ഇത് ഇല്ലേ.
അപ്പോൾ നമുക്കിങ്ങനെ തീരുമാനം എടുക്കാനുള്ള കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനോട് ചോദിച്ചോളൂ. എ എന്ന വഴിയും അല്ലെങ്കിൽ ബി എന്ന വഴിയും രണ്ടും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിടക്കുകയാണ്. എയിലൂടെ പോകണമോ ബിയിലൂടെ പോകണമോ ഗുരുവായൂരപ്പ എന്ന് 2 പേപ്പറിലായിട്ട് എഴുതിയിട്ട് നിങ്ങൾ വിളക്ക് വെക്കുന്ന സ്ഥാനത്ത്, നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ചിത്രം വെക്കുന്ന സ്ഥാനത്ത് കൊണ്ടുപോയി കുലുക്കി ഇട്ടതിന് ശേഷം അതിൽ കണ്ണടച്ചൊരെണ്ണം എടുക്കുക. അതിൽ തുറന്നു കിട്ടുന്നത് എന്താണോ ആ വഴി ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് മുൻപിൽ തുറന്നിട്ട വഴിയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ തരണം ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് വളരെയധികം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മനസ്സിൽ 2 മനസ്സ് വരിക അല്ലെങ്കിൽ 2 തോട്ട്സ് വരിക എന്നൊക്കെ ചെയ്യുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി കേട്ടോ. കാരണം ഇന്ന് മഴ പെയ്യുമോ ഭഗവാനെ, യെസ് ഓർ നോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ലോട്ടിടരുത്. അത് വെറുതെ ഒരു പരീക്ഷണം പോലെയോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ലൈവിൽ പകുത്ത് നോക്കുക എന്നൊരു സെക്ഷൻ വയ്ക്കാറുണ്ട്. പകുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമായിട്ടുള്ള ഭാഗമായിട്ടോ കിട്ടി എന്ന് പറഞ്ഞ് ചിരിക്കാറുണ്ട് അല്ലേ. അതങ്ങനെ മനസ്സിലേക്ക് എടുത്തിട്ടോ അങ്ങനെയൊന്നുമല്ല. പകുത്ത് നോക്കുമ്പോൾ നമുക്ക് ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കും, സവിതയുടെ ലൈവിൽ ഇന്ന് എന്താ പകുത്ത് കിട്ടുന്നതെന്ന് നോക്കാം, അതിനനുസരിച്ച് അത് ശരിയാവോ നോക്കാം എന്നൊക്കെ പറയുമ്പോൾ ആ പകുത്ത് കിട്ടുന്ന ഭാഗങ്ങൾ നോക്കുമ്പോൾ ഓക്കെ ആണല്ലേ അത് എന്ന രീതിയിൽ എടുക്കാം. അതല്ലാതെ ഫുള്ളി അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി ഡെയിലി എനിക്ക് ഇന്ന ദശകമാണ് കിട്ടിയത്, അതിൻ്റെ ഫലം എന്താണ്, ഇന്ന ദശകമാണ് കിട്ടിയത്, അതിൻ്റെ ഫലം എന്താണ്, ഇങ്ങനെ ഡെയിലി മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇതെങ്ങനെ ഡെയിലി എടുത്ത് നോക്കണേ. ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ, നമുക്ക് കൺഫ്യൂഷൻസ് വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ വേറെ ആരോടാ ചോദിക്കുക, നമ്മുടെ ഉണ്ണികൃഷ്ണനോടല്ലാതെ എന്ന രീതിയിലല്ലേ ഇതെടുക്കേണ്ടത് എന്നെനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, മനസ്സിന് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ 2 മനസ്സായി നിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ അല്ലെങ്കിൽ നിർണായകമായ തീരുമാനമെടുക്കുക. അപ്പോൾ എൻ്റെ അച്ഛനാണ് എന്നെ ഇത് പഠിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. എൻ്റെ അച്ഛന് പണ്ട് എനിക്ക് ചെന്നൈയിൽ പഠിക്കാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂർ അമ്പലം വിട്ടാൽ വീട് വിട്ടാൽ അമ്പലം എന്നുള്ള രീതിയിൽ മാത്രം വളർന്ന എന്നെ കേരളത്തിന് പുറത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാൻ എൻ്റെ അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് പഠിക്കണം എന്നാണ് ആഗ്രഹം എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ആ പഠിപ്പിന് എതിര് നിൽക്കാൻ അച്ഛന് താല്പര്യവും ഉണ്ടായിരുന്നില്ല. അപ്പം അച്ഛന് 2 മനസ്സായി. അപ്പോൾ അച്ഛൻ ആലോചിച്ചു ഈ കുട്ടീനെ ഞാൻ എന്ത് ചെയ്യണം എന്ന്. അത് അച്ഛന് ചോദിക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഗുരുവായൂരപ്പനാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ രാവിലെ കുളിച്ച് തൊഴുത് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ലോട്ടിട്ട് നോക്കിയിട്ട് അതിലൊരു തീരുമാനം എടുത്തിട്ടാണ് എൻ്റെ ഹയർ സ്റ്റഡീസ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛന് ഇന്നും അല്ലെങ്കിൽ അച്ഛന് മരണം വരെയും വിശ്വാസം ഉണ്ടായിരുന്നത് എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് വേണ്ടത് മാത്രമേ കാണിച്ചു തരുള്ളൂ എന്നാണ്. അതേമാതിരി തന്നെ ആ ഒരു സമ്പ്രദായം കണ്ടിന്യൂ ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ ലോട്ടിട്ട് എന്താണോ കിട്ടിയത് അതനുസരിച്ച ഒരു സന്ദർഭത്തിലും എനിക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. എന്നാൽ ലോട്ടിട്ടിട്ട് കിട്ടിയതിനെതിരായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ട് എനിക്ക് അത് അബദ്ധമായി തീർന്ന സന്ദർഭങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ലോട്ടിടുക. ലോട്ടിട്ട് തന്ന വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് ആദ്യം കല്ലും മുള്ളും ഒക്കെ ആണെന്ന് തോന്നുമെങ്കിലും ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. 100% ഉറപ്പാണ്. ആർക്കെങ്കിലും ഇനി വേണമെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു കൃഷ്ണാനുഭവം കൂടി ഞാൻ പറയാം കേട്ടോ. ഈ ഒരു അനുഭവം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും പരീക്ഷിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ. അടുത്തതായിട്ട് ബീന നളൻ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത മഞ്ചാടിയുടെ ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ മെയ് 27-ാം തീയതി മധുര പഴനി യാത്രയ്ക്ക് പോയിരുന്നു. പഴനിക്ക് വ്രതം എടുത്തപ്പോൾ തന്നെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഞാൻ പടി കയറിയേ മുരുകനെ കാണുകയുള്ളൂ, എൻ്റെ കണ്ണനും മുരുകനും കൂടി എന്നെ കൈ പിടിച്ച് കയറ്റുകോളൂ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാൻ പടി കയറുമ്പോൾ അവിടെ ഓരോ കയറ്റത്തിലും നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. 51 എന്ന് എത്തിയപ്പോഴേക്കും ഞാൻ അവശയാകാൻ തുടങ്ങി. അങ്ങനെ നമ്പർ 61 അപ്പോൾ ചവിട്ടുപടിയുടെ ഇടതുവശത്ത് നിരപ്പായ സ്ഥലത്ത് 5 മഞ്ചാടിക്കുരു. ഞാൻ എൻ്റെ കണ്ണ എന്ന് വിളിച്ച് ചുറ്റും നോക്കി. അവിടെ ഒന്നും മഞ്ചാടി മരങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. കാത്തോളൂ കണ്ണ എന്ന് പറഞ്ഞ് വീണ്ടും പടി കയറാൻ തുടങ്ങി. ഞാൻ നമ്പർ നോക്കിയപ്പോൾ 85 എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ മുകളിലെത്തിയത്
അറിഞ്ഞതേയില്ല. ഞാൻ എൻ്റെ കണ്ണാ നമ്മൾ ദേ മുരുകൻ്റെ അടുത്തെത്തി നമസ്കാരം കണ്ണാ എന്ന് പറഞ്ഞു. സത്യം പറയട്ടെ, ഒരിടത്ത് പോലും ഞാൻ ഇരുന്നിട്ടില്ല. ഇതെനിക്ക് വലിയൊരു അനുഭവമാണ്. ആദ്യമായാണ് ഞാൻ ഇത്ര എളുപ്പത്തിൽ മല കയറിയത്. പക്ഷേ ഞാൻ ആ മഞ്ചാടി പെറുക്കിയെടുത്തില്ല. അത് വളരെ കഷ്ടമായി പോയി എന്ന് പിന്നീട് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ കിട്ടിയാൽ നമുക്ക് എടുക്കാമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ അടുത്ത് വന്നതാണ്. ആ മഞ്ചാടി അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു അത്ര നേരം. ആ കയ്യിലുണ്ടായിരുന്ന മഞ്ചാടിയാണ് അവിടെ നമുക്കായിട്ട് നീട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എടുക്കാമായിരുന്നു. എടുത്തില്ല ചേട്ടാ, വിഷമമൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അതെന്തായാലും ചേച്ചിയിൽ തന്നെ എങ്ങനെയെങ്കിലും എത്താൻ സാധ്യതയുണ്ട്. ഇതും ഈ മഞ്ചാടിയുടെ അനുഭവം അനേകം പേരായി പറയുന്നു. ഇനി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കോളൂ, മഞ്ചാടി കിട്ടാൻ സാധ്യതയില്ലാത്ത ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് മുമ്പിൽ മഞ്ചാടി വന്നെങ്കിൽ അത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. അത് ഉണ്ണികൃഷ്ണൻ്റെ സാന്നിധ്യമാണ്. മഞ്ചാടിയിലൂടെയും മയിൽപ്പീലിയിലൂടെയൊക്കെ അല്ലാതെ എങ്ങനെയാണ് നമ്മുടെ അടുത്തുണ്ടെന്ന് നമുക്ക് അറിയിച്ചു തരിക? നമ്മളത്ര വലിയ ഭക്തരൊന്നുമല്ല. ആവശ്യത്തിന് മാത്രം ഭഗവാനെ വിളിക്കുന്നവരാണ്. ഊണിലും ഉറക്കത്തിലും മുറുകെ 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 എന്ത് സങ്കടം വന്നാലും കഷ്ടതകൾ വന്നാലും ജയദേവ കവിയെ പോലെ, മേൽപ്പത്തൂരിനെ പോലെ, കുറൂരമ്മയെ പോലെ, അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പാട് ജീവിതത്തിൽ സഹിക്കുന്ന സന്ദർഭങ്ങൾ, പൂന്താനത്തിനെ പോലെ ഇത്ര വലിയ ദുഃഖം സഹിക്കുന്ന സന്ദർഭത്തിലൊന്നും നമുക്ക് ഭഗവാനെ വിളിക്കാൻ പറ്റില്ല. നമ്മുടെ അത്ര അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉണ്ണികൃഷ്ണ ഒന്ന് നേരെയാക്കി തരണേ എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് വന്നിട്ട് എന്താ പറയുക, തലയിൽ മയിൽപ്പീലിയൊക്കെ കുത്തി ഗോപി ചന്ദ്രനൊക്കെ തൊട്ട് മഞ്ഞപ്പട്ടൊക്കെ കൊടുത്ത് നമ്മുടെ മുമ്പിൽ വരാൻ പറ്റില്ലേ ഗുരുവായൂരപ്പനെ? അതിനുള്ള യോഗ്യത നമുക്ക് ആയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്, ഞാനിവിടെ എന്നെ ഉണ്ട് കേട്ടോ, നീ എന്നെ മറന്നോ എന്ന് ചോദിക്കാനായിരിക്കാം ചിലപ്പോൾ വരുന്നത്. അതല്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടണേ, ഞാനില്ലേ നിനക്ക് എന്ന് ചോദിക്കാനും ആയിരിക്കാം ചിലപ്പോൾ വരുന്നത്. ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ ഓരോ മെസ്സേജസ് ആയിട്ട് കണ്ണൻ്റെ മഞ്ചാടി നമ്മുടെ കയ്യിലെത്താറുണ്ട്. എത്രയോ ഭക്തരാണ് ഉണ്ണികൃഷ്ണന് ഇന്നും മഞ്ചാടി കൊണ്ടു കൊടുക്കുന്നത്. എത്ര കാലം മുമ്പാണ് ഒരു ഭക്തയായ അമ്മ ഉണ്ണികൃഷ്ണൻ കളിച്ചോട്ടെ എന്ന് കരുതി കുറച്ച് മഞ്ചാടി കൊണ്ടുകൊടുത്തത്. ഇന്നും ഈ തിരുനടയിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭക്തൻ്റെ അല്ലെങ്കിൽ ഭക്തയുടെ കയ്യിൽ ഈ മഞ്ചാടി ഉണ്ടെങ്കിൽ വെറുതെ ഒന്നല്ല കേട്ടോ, ഉണ്ണികൃഷ്ണൻ ഇന്നും അത് ഉപയോഗിക്കുന്നുണ്ട്. വളരെ വളരെ എന്താ പറയുക, അവശ്യ സാധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഉണ്ണി കളിപ്പാട്ടമായിട്ടല്ല മഞ്ചാടി ഉപയോഗിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളിപ്പാട്ടം തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് ഒരു പിടി വാരി എടുത്താണ് ഓരോ ഭക്തൻ്റെ മുമ്പിലേക്കും ഉണ്ണികൃഷ്ണൻ ഓടി എത്താറുള്ളത്. ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ എന്നെനിക്ക് പലപ്പോഴും ഈ കൃഷ്ണാരിമിത്രം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പലപ്പോഴും എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. ഇതിനു മുൻപ് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഈ കൃഷ്ണാരിമിത്രം തുടങ്ങിയതിന് ശേഷം ഇതിൽ ഒരുപാട് പേർ അങ്ങനെ അനുഭവം പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇമാജിൻ ചെയ്ത് നോക്കാറും ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പല അമ്മമാരും കണ്ണീരോടെ കൂടി പ്രാർത്ഥിക്കുകയാണ്, എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എൻ്റെ ഉണ്ണി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് പണ്ട് കുചേല പത്നി രാത്രിയിൽ, സുധാമാവിൻ്റെ പത്നി രാത്രിയിൽ, എൻ്റെ ഭർത്താവ് നാളെ ദ്വാരകാധീശൻ ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്നു, അപ്പോൾ കൊണ്ടുപോയി കൊടുക്കാൻ എനിക്കൊന്നുമില്ല, ആരെങ്കിലും എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ സമയത്ത് ആചാര്യൻ പറയാറുണ്ട്, 2 പിടി അവിലുമായിട്ട് ഓടി വന്നത് വേറെ ആരുമല്ല, ദ്വാരകാധീശൻ തന്നെയാണ്. ദ്വാരകയിൽ നിന്ന് ഒരൊറ്റ ഓട്ടായിരുന്നു. അടയ്ക്കാതെ കണ്ട ഏതോ ഒരു കടയിൽ നിന്ന് കയ്യിൽ വാരിയെടുത്ത് കൊണ്ടുവന്നതാണ് ആ അവിൽ എന്ന് പറയാറുണ്ട്. അത് ആചാര്യൻ്റെ ഒരു സങ്കല്പമാണ്, വളരെ മനോഹരമായിട്ടുള്ളൊരു സങ്കല്പമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതേപോലെയാണ് ഏതെങ്കിലും ഒരു ഭക്ത ഉള്ളുനീറി ഭഗവാനെ വിളിക്കുന്ന സമയത്ത് 4 മഞ്ചാടിക്കൊരു ഓടിപ്പോയി എടുത്തിട്ട് ഓടി ചെല്ലാറുണ്ട് അവരുടെ അടുത്തിരിക്കാറുണ്ട്, നെറ്റിയിൽ തലോടാറുണ്ട്. ഞാനുണ്ട് നിനക്ക്, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ വന്നിരുന്നു എന്നതിൻ്റെ അടയാളമായിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. എഴുന്നേൽക്കുന്ന സമയത്ത് മഞ്ചാടി കയ്യിൽ കിട്ടും. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും എപ്പോഴെങ്കിലും അനുഭവം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ മറക്കാതെ സൂക്ഷിച്ചോളൂ, നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് വന്നിരുന്നു നമ്മുടെ അടുത്ത്, ഉറപ്പായിട്ടും കൂടെയുണ്ട് എന്ന് വിചാരിക്കൂ, സന്തോഷിക്കൂ. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ പറയാം അല്ലേ. സുരഭി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, സൗദി ചേച്ചി 18ൻ്റെ പ്രത്യേകത എനിക്ക് ഒരു സജഷൻ ഉണ്ട്. കൃഷ്ണാരിമിത്രത്തിൽ എന്നും ഒരു കൃഷ്ണാനുഭവം വെച്ച് 18 എണ്ണം പറഞ്ഞുകൂടെ? കണ്ണൻ്റെ പരീക്ഷണങ്ങൾക്ക് പഞ്ഞമില്ലല്ലോ, മാത്രമല്ല മുടങ്ങാതെ 18 ദിവസം വീഡിയോ ചെയ്യാനും പറ്റുമല്ലോ. സൗദി ചേച്ചിക്ക് ഒരു കൃത്യനിഷ്ഠയും ആവുമല്ലോ. എല്ലാ ദിവസവും 5 മണിക്ക് ഫോണും നോക്കിയിരിക്കുന്നവർക്ക് ഒരു സമാധാനമാവുമല്ലോ, ഇന്ന് വീഡിയോ മുടങ്ങില്ല എന്ന്. 18 ദിവസത്തെ അനുഭവം ഞാൻ 19 ദിവസത്തിൽ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും.
കാരണം എൻ്റെ കൃത്യനിഷ്ഠ അങ്ങനെ വരുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് പറ്റാഞ്ഞിട്ട് തന്നെയാണ് ഞാൻ തിരിച്ചു വന്ന സമയത്ത് ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് എടുത്ത് ഞാൻ തിരിച്ചു വന്ന സമയത്ത് നിങ്ങളോടും ഗുരുവായൂരപ്പനോടും ഒരുപോലെ പ്രോമിസ് ചെയ്തിരുന്നു, കഴിയുന്നതും ഞാൻ മുടക്കാതെ തന്നെ വീഡിയോ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ, മുടങ്ങിയല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ വളരെ ട്രഡീഷണലായിട്ടാണ് ജീവിക്കുന്നത്. പണ്ടത്തെ കാലത്തെ അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ പീരീഡ്സ് ആയാൽ ഞാനിപ്പോഴും മാറിയിരിക്കണം. ബാക്കി അപ്പോൾ 4 ദിവസത്തെ എൻ്റെ പണിയൊക്കെ പെൻഡിങ്ങാണ്. അല്ലെങ്കിലേ എന്താ പറയുക, അല്ലെങ്കിലേ ദുർബല, പോരാത്തതിന് ഗർഭിണി എന്നൊക്കെ പറയണ പോലെ അല്ലെങ്കിലേ സാവധാനമാണ് എനിക്ക്. അതിൻ്റെ കൂടെ 4 ദിവസത്തെ പണി ഒന്നിച്ച് വരിക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ വീണ്ടും ചെയ്തു വരുമ്പോൾ എന്നെക്കൊണ്ട് എത്തിക്കാൻ പറ്റാത്ത കുറേ സന്ദർഭങ്ങളുണ്ട്. വെറുതെ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുന്ന സ്വഭാവമൊക്കെ ഞാൻ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്കിപ്പോൾ ഇഷ്ടമാണ്. ഓരോ ദിവസം കഴിയും തോറും എനിക്ക് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന് ഓരോ തെളിവുകളായിട്ട് കിട്ടുമ്പോൾ ഉത്സാഹമാണ് ഒന്ന് പറയാനായിട്ട്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആ ഗോപികമാർ പണ്ട് ഉണ്ണികൃഷ്ണൻ വെണ്ണയും തൈരും പാലും കട്ട് എത്തുന്ന കഥയൊക്കെ ഇങ്ങനെ പരസ്പരം പറഞ്ഞ് ആനന്ദിക്കാറില്ലേ? ഇതുപോലൊരു ആനന്ദം നമ്മൾ കൃഷ്ണാരി മിത്രങ്ങൾക്കും കിട്ടുന്നില്ലേ ഈ അടുത്ത കാലത്തായിട്ട്? കുറച്ചധികം എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ. കാരണം ഉണ്ണികൃഷ്ണൻ ഇന്ന് അങ്ങനെ ചെയ്തിരുന്നു, ഉണ്ണികൃഷ്ണൻ ഇന്ന് ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിന് എന്താണെന്നറിയാത്തൊരു സന്തോഷം നമ്മുടെ ഉള്ളിൽ വരുന്നില്ലേ? അപ്പോൾ ആ സന്തോഷമൊന്നും വീട്ടുകളെ ഞാനും തയ്യാറല്ല. ഇത് സന്ദർഭവശാൽ വരുന്നതാണ്. അങ്ങനെ മിസ്സായി പോകുന്നുണ്ടെങ്കിൽ അതും ആ ഉണ്ണിയുടെ തീരുമാനമാണെന്ന് വിചാരിക്കുന്നേ. അപ്പോൾ 18 അനുഭവങ്ങളല്ലേ, അത് നമുക്ക് പറയാം. ഇന്ന് തന്നെ ഇപ്പോൾ ഞാൻ 2 അനുഭവം പറഞ്ഞു കേട്ടോ. അടുത്തതായിട്ട് സതീഷ് എന്ന ഭക്തനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോൻ പറഞ്ഞാൽ കേൾക്കാത്തപ്പോഴും പഠിക്കാനിരിക്കുമ്പോഴും ഞാൻ അടിക്കാറുണ്ട്. പക്ഷെ ഞാൻ പിന്നെ സങ്കടം വരും. ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിട്ടും എനിക്ക് അടിക്കാൻ തോന്നുന്നു. കുട്ടി പാപം ചെയ്തതുകൊണ്ടാണോ എനിക്ക് അടിക്കാൻ തോന്നുന്നത്? തീർച്ചയായിട്ടും കുട്ടിക്ക് പാപമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന് ഞാൻ എന്ത് മറുപടിയാണ് പറയുക? ഞാൻ നന്നായിട്ട് അടിക്കണ അമ്മയാണ്. അപ്പോൾ അടിക്കാൻ പാടില്ല എന്ന് നിങ്ങളോട് പറയണമെങ്കിൽ ആദ്യം അടിക്കാതിരിക്കേണ്ടത് ഞാനാണ്. ഇത് ചോദ്യം ചോദിച്ചത് അമ്മയാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. അല്ല, അച്ഛനാണെങ്കിൽ ഈ അടിക്കുക എന്ന ജോലി അമ്മയ്ക്ക് കൊടുത്തോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സതീഷ് എന്ന ഐഡിയിൽ നിന്നാണ് കാണുന്നത്. സാറാണ് അടിക്കുന്നത് എങ്കിൽ ആ ജോലി അമ്മയ്ക്ക് കൊടുത്തോളൂ. കാരണം അച്ഛനടിക്കുന്നതിനേക്കാൾ അമ്മ അടിക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് അതിൻ്റെ സങ്കടം മാറുത്രേ. അതാണത്രേ സൈക്കോളജി. അതിൻ്റെ ഒരു സൈക്കോളജി അങ്ങനെ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെയായിരുന്നു. എൻ്റെ അച്ഛൻ ആകെ ഞങ്ങളെ വഴക്ക് പറയുന്നത് 2 വാക്കാ. ഹോ എൻ്റെ കുട്ടി, ഇതാണ് എൻ്റെ അച്ഛൻ്റെ ചീത്ത. ഹാവു എൻ്റെ കുട്ടി, ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരർത്ഥത്തിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ, നിനക്ക് നന്നായിക്കൂടായിരുന്നോ, ഇതൊക്കെ ആ ഒരു ഹോ അല്ലെങ്കിൽ ഹാവു എൻ്റെ കുട്ടി എന്നുള്ള ആ എൻ്റെ കുട്ടി മാറ്റി നിർത്തി വരുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, അതാണ് എൻ്റെ അച്ഛൻ്റെ ചീത്ത. അതിൽ കൂടുതൽ ഒന്നും പറയില്ല. പക്ഷെ അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞൊഴുകും. പിന്നെ അച്ഛൻ്റെ മുമ്പിൽ നല്ല കുട്ടിയാവാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. പക്ഷെ അമ്മ അങ്ങനെയല്ല. അമ്മ ഇങ്ങനെ ഞങ്ങൾ സ്ത്രീകളെക്കുറിച്ച് പറയുന്ന പോലെ ബ്ലാ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനൊരു അന്ത്യമൊന്നുമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്മ എന്ത് പറഞ്ഞാലും 100 വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണമൊക്കെ എൻ്റെ ചെവിയിൽ കയറാറുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ മറന്നേ പോകാറുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തിൽ വരുന്നതും. ഞാൻ എൻ്റെ കുട്ടികളെ അടിക്കും, ചീത്ത പറയും. ചിലപ്പോൾ ഞാനിപ്പോൾ മിത്രവിന്ദേ അല്ലെങ്കിൽ വിന്താമണി ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞു, വിന്താമണി ഇതൊന്ന് ചെയ്യുമോ ചോദിച്ചാൽ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ വിന്താമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താ വേണ്ടത്, ഇതാണ് എൻ്റെ നോർമൽ സൗണ്ട് എന്നാണ് എൻ്റെ കുട്ടികളുടെ ധാരണ. അത്രയും ഇതിലാണ് ഞാൻ സംസാരിക്കും, ചീത്ത പറയുകയും ഒക്കെ ചെയ്യാറുള്ളത്. നേരെ മറിച്ച് അവരുടെ അച്ഛനുണ്ടല്ലോ, ജസ്റ്റ് വിന്ദേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എത്ര അകലെയെന്നെങ്കിലും ഓടി വരും അച്ഛൻ എന്താ പറയണേ നോക്കാൻ. അപ്പോൾ എനിക്കറിയില്ല പെൺകുട്ടികൾക്ക് മാത്രമാണോ അങ്ങനെ, ആൺകുട്ടികൾക്ക് അങ്ങനെയല്ലേ, അതൊന്നും അറിയില്ല. എന്തായാലും അടിക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അച്ഛനമ്മമാർ തല്ലാറുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അമ്മ അടിക്കുകയാണെങ്കിലും എന്താ പറയുക, വേദനിപ്പിക്കാതിരിക്കാൻ മനസ്സിലെപ്പോഴും ഒരു തോന്നൽ വന്നുകൊണ്ടാണ് നമ്മൾ അടിക്കുക. അല്ലെങ്കിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അവരെക്കാൾ കൂടുതൽ വേദനിക്കുന്നത് നമുക്കാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മളത് ചെയ്യണേ ചോദിച്ചാൽ അവരെ നന്നാക്കാൻ നമ്മുടെ കയ്യിൽ വേറെ വഴിയൊന്നുമില്ല. നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ നന്നാക്കി കൂടെ എന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. എല്ലാവരുടെ അടുത്തും അത് പ്രാക്ടിക്കലുമല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, 5 പ്രാവശ്യം അടിച്ചു എങ്കിൽ 10 വാക്ക് നല്ലത് പറയണം.
അല്ല 10 അടി അടിച്ചെങ്കിൽ നമ്മൾ 20 നല്ല വാക്കുകൾ പറയണം. അതുകൊണ്ട് അതിനെ കവറപ്പ് ചെയ്യാൻ പറ്റണം. കുറേ അടിച്ചിട്ട് ഇങ്ങനെ നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരിക്കലും കുട്ടികൾ ചിന്തിക്കില്ല. ഞാൻ അങ്ങനെയാണ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാറ്. 2 അടി അടിച്ചു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ പറയും കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത്. കിട്ടിയില്ലേ സമാധാനമായില്ലേ എന്നൊക്കെ ചോദിക്കും. ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞാൽ ഞാൻ ചെന്ന് പറയും വേണച്ച് തല്ലിയതല്ല, കുട്ടി പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടല്ലേ, സാരമില്ല. ഇങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെ പറയാറും ചേർത്ത് നിർത്താറുണ്ട്. നോക്കൂ, ഇന്ന് കാണുന്ന തലമുറയിൽ നമ്മളുടെ കാലത്തിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എന്തും ഏതും അവർ പറയുമ്പോഴേക്കും അവരുടെ മുമ്പിലെത്തുന്നുണ്ട്. എത്ര ദാരിദ്ര്യമുള്ള അച്ഛനും അമ്മയും ആയിക്കോട്ടെ, മക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അതെങ്ങനെയെങ്കിലും സാധിപ്പിച്ചു കൊടുക്കും അവർക്ക്. അത് നമ്മളുടെ ഒരു നേച്ചറായി മാറിയിരിക്കുന്നു, നമ്മളുടെ ഒരു റൂളായി മാറിയിരിക്കുന്നു. ഒരു അൺറിട്ടൺ റൂൾ എന്നൊക്കെ പറഞ്ഞ പോലെ ആയിരിക്കുന്നു അത്, അല്ലേ? അങ്ങനെ സാധിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ കടുത്ത ശിക്ഷാ നടപടികൾ ചെയ്യാനും നമ്മൾ അതും ചെയ്യേണ്ടതാണ്. കാരണം ഓരോ കാര്യങ്ങളും പറയുന്നതിന് മുൻപ് കയ്യിൽ കിട്ടുന്ന അവർക്ക് ഒന്നിനും വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് എല്ലാം പറഞ്ഞു കൊടുത്ത് എന്നാൽ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നതാണ് എന്ന ഒരു ചിന്താഗതിയുള്ള ആളാണ് ഞാൻ. കുട്ടിയുടെ പാപം കൊണ്ടാണോ നമ്മൾ അടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയും സ്നേഹത്തോടെ ആണ് കുട്ടികളെ അങ്ങനെ കുറച്ച് ശാസിക്കുന്നത് എങ്കിൽ അതിലൊരിക്കലും അവരുടെ പാപം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇത്രയും പറഞ്ഞില്ലേ, ഇത്ര നല്ല വേറൊരു അമ്മയെ കാണാൻ പറ്റില്ലേ യശോദമ്മയെ പോലെ? ആ യശോദമ്മ പോലും ഒന്ന് കെട്ടിയിട്ടിട്ടില്ലേ കണ്ണനെ? ഒന്ന് 2 കൈയും മുറുക്കി പിടിച്ച് കെട്ടി ആ ദാമോദരനായിട്ട് വയറിൽ കൂടെ ഒരു കയറൊക്കെ കെട്ടി അതിനുശേഷം ഉരലിലൊക്കെ കെട്ടിയിട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ അമ്മമാർ ചെയ്യുന്നുണ്ടെന്ന് അന്നേ ഉണ്ട് ഇല്ലേ? അപ്പോൾ സമാധാനമായിട്ടിരിക്കൂ. വലിയ പാപങ്ങൾ കൊണ്ടൊന്നും ആണെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ സ്നേഹം കൊണ്ടാണ് ശാസിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കൂ. വല്ലാത്ത ഗുരുതരമായ അവസ്ഥയിൽ അടിക്കാതിരിക്കാനും ശ്രദ്ധിക്കൂ കേട്ടോ. ദേഷ്യം വരുമ്പോൾ കുറച്ചൊരു 10 നാമം ചൊല്ലിയതിന് ശേഷം തല്ലി നോക്കൂ. നമുക്ക് അത്രയൊന്നും തല്ലാൻ പറ്റില്ല. അതും ഞാൻ പരീക്ഷിക്കാറുണ്ട്. കാരണം വല്ലാതെ ദേഷ്യം വരുമ്പോൾ ഞാൻ ചൂരലൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂരൽ വാങ്ങുന്ന സമയത്ത് കടയിലുള്ള ആൾ എന്നോട് ചോദിച്ചു എന്തിനാണോ ചൂരലൊക്കെ വാങ്ങണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വെറുതെ കാണിക്കുകയുള്ളൂ, തല്ലില്ലാന്ന്. എവിടെ വന്ന് 2 ദിവസത്തിനുള്ളിൽ ചൂരൽ കൊണ്ട് അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ചൂരൽ കയ്യിൽ പിടിക്കുമ്പോഴൊക്കെ ഉള്ളിൽ നാമം ജപിക്കും, ഇത് പ്രയോഗിക്കേണ്ടി വരരുതേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ എണ്ണം നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ ഒന്ന് നമുക്ക് തല്ലാൻ തോന്നുന്ന ആ സന്ദർഭത്തിൽ ഒരു 10 നാമം ജപിച്ചതിന് ശേഷം തല്ലി നോക്കൂ. അധികം തല്ലാൻ നമുക്കും പറ്റില്ല, അധികം തല്ലി കൊള്ളാൻ അവർക്കും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും പരീക്ഷിക്കാവുന്നതാണ്. ഒരു ചോദ്യത്തിന് കുറേയധികം ഉത്തരം പറയണ്ടല്ലേ ഞാൻ. ഉഷാകുമാരി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, സവിത കുട്ടികൾക്ക് പീരീഡ്സ് ആവുമ്പോൾ എനിക്ക് നാരായണീയവും വിഷ്ണു സഹസ്രനാമവും പുസ്തകം എടുത്തു ചൊല്ലാൻ പറ്റുമോ? മറുപടി തരണേ. തീർച്ചയായിട്ടും പറ്റും. നമ്മൾ ആ പീരീഡ്സ് ആയിട്ടുള്ള ആൾക്കാരെ തൊടാതിരുന്നാൽ മാത്രം മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ 4 സ്ത്രീകളാവും, അതായത് 3 പെൺകുട്ടികളുണ്ട്. അവരൊക്കെ വലിയ കുട്ടികളായി കഴിഞ്ഞാൽ 4 സ്ത്രീകളാവും. അപ്പോൾ എപ്പോഴും ആരെങ്കിലുമൊക്കെ പീരീഡ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ? അതിന് പകരം നമ്മൾ പീരീഡ്സ് ആയിട്ടുള്ള വ്യക്തികളെ നേരിട്ട് തൊടാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധമാണ്. നമ്മൾ കുളിച്ച് നമുക്ക് വിളക്ക് കൊളുത്താം, നമ്മൾ കുളിച്ച് നമുക്ക് നാമം ചൊല്ലാം, നമുക്ക് നാരായണീയം വായിക്കാം, ഭഗവത്ഗീത വായിക്കാം, അങ്ങനെ എന്തും ചെയ്യാം കേട്ടോ. നേരിട്ട് അവരെ ടച്ച് ചെയ്യാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.